ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കുറച്ചധികം നാളുകളായി വ്ളോഗ് ചെയ്യണം എന്നുള്ള താല്പര്യം ഇങ്ങനെ ജനിച്ച് നിൽക്കണം. പരമാവധി എന്താ പറയുക, സമയക്കുറവ് തന്നെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഇപ്പോൾ ഇത്തിരി സമയവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിലുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലോട്ട് കിടക്കാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന പാട്ടിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും മൂളിപ്പാട്ട് കാര്യങ്ങളെല്ലാം പാടുന്നവരാണ്, എക്സാക്ട്ലി ചെയ്യുന്നവരാണ്, എൻജോയ് ചെയ്യുന്നവരാണ്. എന്നാൽ ആ പാട്ട് പാടുമ്പോൾ ഉണ്ടാവുന്ന പുറകിൽ ഇത് സംഭവിക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ്. അത് ഞാൻ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് സിംപ്ലിഫൈഡ് ആയിട്ട് പറയാം. ഒരു കുഞ്ഞിന് അമ്മയെ അല്ലെങ്കിൽ അച്ഛ എന്നൊക്കെ വിളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷത്തോളം അവന്റെ ന്യൂറോൺസ് അല്ലെങ്കിൽ അവന്റെ ചുറ്റുപാടുള്ള ഒബ്സർവേഷൻ സ്കിൽ ഉപയോഗിച്ചിട്ട് അവൻ അത്രയധികം ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് അവന് അത് പറയാനുള്ള ഒരു വൈബ്രേഷൻ അവന്റെ വോക്കൽ കോഡിലോട്ട് എത്തുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 38 വയസ്സായിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഈ 38 വയസ്സിൽ ഞാൻ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ട്, എത്രത്തോളം ആഗ്രഹങ്ങൾ എന്നിൽ ജനിച്ചിട്ടുണ്ട്, ഇതെല്ലാം സംസാരിക്കാനും പറയാനൊക്കെ ആയിട്ട്. അപ്പോ ഞാൻ എന്റെ ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്റെ സ്കിൽസിനെ, ആ ന്യൂറോൺസിലൂടെ വരുന്ന ആ ഒരു വൈബ്രേഷൻസിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ താളം, രാഗം, ലയം എന്നിവയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ എന്താ പറയാ, എനിക്ക് ദൈവങ്ങളെ ഇഷ്ടമാണ്. ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ദൈവങ്ങളെ ഇഷ്ടമാണ്. കാരണം രാഷ്ട്രഭാരത സംസ്കാരത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ഞാൻ ജനിച്ചത് മുസൽമാനായിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ടു വളരുന്നതും കേട്ടതെല്ലാം ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെയാണ് ചെറുപ്പം മുതൽ. അതുകൊണ്ടാണ് ഞാൻ ദൈവങ്ങൾ ഇത് ഉപയോഗിച്ചത്. അപ്പൊ അതിൽ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, യോഗ ഗുരു ആവാനായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ പാട്ടിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയുന്നത് വെച്ചാൽ, ആ പാടുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസ് എല്ലാം വളരെ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് വേണ്ട രീതിയിൽ ഇതെല്ലാം സംയോജിപ്പിക്കാനായിട്ട് ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. ആ വരികൾ ഓർത്തു വെക്കണം. ആ വരികൾ എന്താണെന്നുള്ള ബന്ധം അറിഞ്ഞാൽ മാത്രം ആ ബന്ധനങ്ങളിലൂടെയുള്ള ആ ഒരു അർത്ഥം നമ്മൾക്ക് ഒഴുക്കാൻ സാധിക്കും. ആ ഒരു ഇമോഷൻസിന്റെ ഫ്ലോ വന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അർത്ഥം അറിഞ്ഞ് പാടണം. പലരും ജീവിതത്തിൽ ഫെയിലിയർ ആയി പോകുന്നത് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥത്തിന്റെ വ്യാപ്തി അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം ഡിക്ഷണറി പഠിക്കുക. ഈ ഇംഗ്ലീഷാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് ഡിക്ഷണറി പഠിക്കുക. അതേപോലെ തന്നെ ഒരു ദിവസം പഠിക്കണം എന്നൊരു ആഗ്രഹം വെച്ചിട്ട് 5000 വാക്കുകൾ പഠിച്ച ഒരു വ്യക്തിനെ എനിക്കറിയാം 1 വർഷം കൊണ്ട്. അപ്പോ എന്റെ തൊട്ടടുത്ത് എന്റെ കൂടെ ബാഡ്മിന്റൺ കളിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് പലർക്കും സുപരിചിതമാണ്. സിറാജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേറ്റന്മാർക്ക് ഫർണിച്ചർ ഗ്രൂപ്പിന്റെ ഓണറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് അതൊക്കെ എന്ത് പ്രചോദനമാണെന്ന് അറിയാം. എങ്കിലും നമ്മൾ പാടാൻ ശ്രമിക്കുക. പാടാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റയടിക്ക് ഇല്ല എന്നൊന്നും പറയേണ്ട ആവശ്യകതയൊന്നുമില്ല. ഞാൻ ഉദാഹരണ സഹിതം ഞാനൊന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഒരു പാട്ടുണ്ട്, ഒരു സന്ദർഭം പറയാം. അതായത് നടന്നൊരു സംഭവമാണ്. ഒരു ഓട്ടിസം പോലെ ബാധിച്ച ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച ഒരു അധോലോക നായകന്റെ കഥ. അത് പറയുന്ന ഒരു ആൽബം ഉണ്ട് നവാസുദ്ദീൻ സിദ്ദീഖിയുടെ. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഞാൻ പാടുന്ന ആ വരികളുടെ ആദ്യത്തെ വരി ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ പാട്ടെന്ന്. അതിൽ ആ പാട്ടിലെ സന്ദർഭത്തിൽ ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തേ നീ ഇതുവരെ കല്യാണം കഴിക്കാത്ത? അപ്പോൾ അവള് തിരിച്ചു പറയുന്ന മറുപടിയുണ്ട്, മേര ദാദി कहती है मुझे मेरा കല്യാൺ കബി നെയ് ഹോഗ, മേ അലഗ് ഹൂ, സബ്സെ അലഗ് ഹൂ എന്ന് പറഞ്ഞു. അപ്പോ അവൻ തിരിച്ചു പറയുന്ന മറുപടിയുണ്ട്, നിന്റെ ദാദിക്ക് അറിയില്ല, നിന്റെ വല്യമ്മക്ക് അറിയില്ല നീ എത്ര അമൂല്യമാണെന്ന്. അത് പറഞ്ഞിട്ട് ആ പാട്ട് തുടങ്ങിയാണ്. तारे उसके हाथ में होने ही चाहिए, जुगनू उसके साथ में सोने ही चाहिए, खुशबुओं से उसकी सिफारिश की जाए, हे खुदा तू बोल दे तेरे बादलों को, मेरे यार हंस रहा है बारिश की जाए, बारिश की जाए. ആ വരികളുടെ അർത്ഥം നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഞാൻ പറയാം. അതായത് നക്ഷത്രങ്ങളോട് പറയണം നീ ഇവളുടെ കൂടെ വേണം. അതേപോലെ മിന്നാമിനുങ്ങളോട് പറയണം നീ ഇവളുടെ കൂടെ തന്നെ വേണം. പിന്നെ അല്ലയോ ദൈവമേ നീ നിന്റെ മേഘങ്ങളോട് പറയണം അവൾക്ക് മഴ ഇഷ്ടമായതുകൊണ്ട് മഴ പെയ്ച്ചു കൊടുക്കണമെന്ന്. ആ വരികളുടെ മനോഹാരിത എന്തോരമുണ്ട്. ഒന്നുകൂടെ ഞാൻ പാടാം, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെതായ മനോഹാരിത കിട്ടുള്ളൂ. താരേ ഉസ്കെ സാത്ത് മേ സോനെ ഹി ചാഹിയേ, ജുഗ്നൂ ഉസ്കെ ഹാത്ത് മേ ഹോനെ ഹി ചാഹിയേ, खुशबुओं से उसकी सिफारिश की जाए,
खुशबुओं से उसकी सिफारिश की जाए, ए खुदा तू बोल दे तेरे बादलों को, मेरे यार हंस रहा है बारिश की जाए, ബാരിഷ് की जाए. പിന്നെ പറയുന്ന മനോഹരമായ അടുത്ത വരിയുണ്ട്. ആ വരി എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പാട്ടിലോട്ട് പോവാം. അതിന്റെ ഒരു കാമുകനാകാൻ എത്ര സമയം എടുക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന്റെ പള്ളിയിൽ പോകാനായിട്ട് എത്ര സമയം എടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ സ്വർഗത്തിൽ പോകാൻ ഞാൻ എത്ര സമയം എടുക്കുമെന്ന് മനസ്സിലാക്കിയത് അത് നിന്നെ കണ്ടപ്പോഴാണ്. വരികളൊന്ന് കേട്ടു നോക്ക്. आशिक हूँ जाने में कितना वक्त लगता है, रब के घर में जाने में कितना वक्त लगता है, देखा उसे तो ये मालूम हुआ कि जन्नत को पाने में कितना वक्त लगता है, ये जमाना जाने ना क्या कर सकता है, ये जमाना जाने ना क्या कर सकता है. അടുത്ത വരി മനോഹരമായ വരികളാണ്. പക്ഷെ അതിന്റെ വരി എന്റെ ലിറിക്സ് എന്നിലേക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ എന്റേതായ രീതിയിലൊന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇത് ഇത്രയും വൈഡായിട്ട് വാസ്റ്റായിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ആസ്വദിച്ച് പറയുന്നത് എന്റെ ശബ്ദത്തിന്റെ മോഡുലേഷൻ വരെ എനിക്ക് മാറ്റാൻ സാധിക്കുന്നത് അർത്ഥം അറിഞ്ഞ്. ഞാൻ മംഗ്ലീഷിന്റെ ആളാണ്. കാരണം മലയാളം വരും, ഇംഗ്ലീഷ് വരും, ഉറുദു വരും, എന്റെ ഭാഷയിൽ പലതും വരും. അപ്പോ ലിംഗ്വിസ്റ്റിക് ഭാഷാശാസ്ത്ര പ്രകാരം നമ്മൾ ഒറിജിനൽ മലയാളി അല്ലല്ലോ, സങ്കരമാണ് ഇപ്പോൾ ഈ കാലഘട്ടം. അപ്പൊ ഇതൊന്ന് വ്യക്തമായിട്ട് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാറ്റഗറി യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ മൈക്കില്ലാത്തതുകൊണ്ടാണ് ഇത്ര ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത് ഡെയിലി ഒരു ആക്ടിവിറ്റി പോലെയൊക്കെ ചെയ്യുക. പിന്നെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പൊ ഞാൻ എന്റെ ഹോക്രാസ് എന്ന ചാനലിന്റെ പേര് മാറ്റിയതിന്റെ അർത്ഥം തന്നെ ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റം എന്നാണ് എന്റെ ഫുൾ ഫോം. അതൊരു പ്രൊഡക്ടിവിറ്റി പ്രൊഡക്റ്റാണ്. ഞാൻ എങ്ങനെ എന്തുകൊണ്ട് പ്രൊഡക്റ്റീവ് ആവുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞതാണ്. എങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ എന്നിൽ എന്തെല്ലാം ഇമ്പ്രൂവ്മെന്റ് ആവുന്നു എന്നുള്ളത്. ഞാനിവിടെ എന്തെല്ലാം ചെയ്തു? ട്രാൻസ്ലേഷൻ പഠിച്ചു, ഹിന്ദി ടു മലയാളം. അതുകൂടാതെ അതെങ്ങനെ ഫ്ലോ ചെയ്യണം എന്നുള്ള രീതിക്ക് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പാടിയത്, നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ. എന്തെങ്കിലും മനസ്സിലായാൽ മാത്രമാണ് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അറിഞ്ഞിട്ട് കാര്യമില്ല. അറിവ് മനസ്സിലാക്കൽ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനസ്സിലായ കാര്യങ്ങളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, അറിയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീ പൊള്ളൂന്ന് ഒരു കൊച്ചിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷെ പൊള്ളി കഴിയുമ്പോഴാണ് കൊച്ചിനത് മനസ്സിലാവുള്ളൂ. ഇനി അതിന് തൊട്ടാ പണി കിട്ടും എന്നുള്ളത്. അത് ഒരു രീതി. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത് എത്രത്തോളം എന്താ പറയുക ആപ്റ്റാണ് അഡാപ്റ്റ് ആണോ എന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എങ്കിലും പറയുന്ന കാര്യങ്ങൾ വാല്യുബിൾ ആക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഇനി ഒരു മാപ്പിളപ്പാട്ടും കൂടെ ഞാൻ പാടാം. അതെല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണല്ലോ മാപ്പിളപ്പാട്ടുകൾ. ആരും കാണാതെ ആരും അറിയാതെ നിന്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ, കണ്ട നാൾ തൊട്ടേ ഞാൻ എൻ്റെ ഇടനെഞ്ചിലായി നിന്നെ ചേർത്തിടാം ഞാൻ. നീ മാഞ്ഞിടല്ലേ, പോയി മറഞ്ഞിടല്ലേ, നീയില്ല എങ്കിൽ വെറും മണ്ണാണു ഞാൻ, വെറും മണ്ണാണു ഞാൻ, വെറും മണ്ണാണു ഞാൻ. മനോഹരമായ പാട്ടുകൾ, ഒരുപാട് മാപ്പിള പാട്ടുകളുണ്ട്. അപ്പൊ അതില് ഒന്ന് മാത്രം എടുത്ത് ഇങ്ങനെ കാച്ചിന്ന് മാത്രം. പിന്നെ പല പല പാട്ടുകളുണ്ട്. ഉമ്മാനെ കുറിച്ച് ഓർക്കുമ്പോൾ അത് കുറച്ച് വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും ഉമ്മാനെ കുറിച്ച് ഓർക്കുമ്പോഴും പാടാൻ പറ്റിയ പാട്ടുകളുണ്ട്. ഞാൻ പാടാറുണ്ട് എപ്പോഴും. എന്താ പറയാ, കിളിയെ ദിക്കറ് പാടി കിളിയെ എന്നൊക്കെ ഉള്ള പാട്ടുകൾ എത്ര മനോഹരാണെന്ന് അറിയോ. കിളിയേ ദിക്കറ് പാടി കിളിയേ, സുബഹിക്ക് മീനാരത്തെ വലം വെച്ച് പറക്കണ ദിക്കറ് പാടി കിളിയേ നീ നില്ല്, നീലമേലാപ്പെട്ടൊരാകാശത്തിൻ്റെ അപ്പുറത്തെ സുബർക്കത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. അംബിയ മുർസ്വലിങ്ങൾ താമസിക്കും കൊട്ടാരത്തിൽ, മുത്തുനബിന്റെ ഉമ്മത്തിമാർ ഉല്ലസിക്കും പൂന്തോട്ടത്തിൽ, എൻ്റെ ഉമ്മയെ കാണാറുണ്ടോ. ഇനി അങ്ങോട്ട് വാക്കുകൾ പോയാൽ ചിലപ്പോ എന്റെ ഇമോഷൻസ് ചിലപ്പോൾ അതുമായിട്ടൊന്ന് മിക്സ് ആയി പോകും. പാട്ടുകൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോ ഇതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കാം. പിന്നെ ഹിന്ദിയിലും ഉണ്ട് കേട്ടോ മനോഹരമായ പാട്ടുകളെല്ലാം.
എല്ലാവർക്കും അറിയാലോ കഹാന പ്യാർ ഹെ വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. പാട്ടുകളിലൊന്നാണ്, സിനിമകളിലൊന്നാണ്, അതേപോലെ പാട്ടുകളിലൊന്നാണ്. അതില് ഇപ്പോഴത്തെ നിലവിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പൊ അതില് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ അതിലെ കുറച്ച് വരികൾ പാടാം. कहता है मन अपना मिलन दुनिया में यादगार है कहो ना प्यार है कहो ना प्यार है हाँ तुमसे प्यार है हाँ तुमसे प्यार है. വരികളിൽ തന്നെ മനോഹാരിതയുണ്ട്. കെഹത്താ ഹെ മൻ, എന്റെ മനസ്സ് പറയുന്നു, അപ്നാമില്ല നീയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഈ ലോകത്ത് അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. എങ്കിലും നീ പറയൂ, ദുനിയാമേ യാദ്ഗാർ ഹെ, എന്നോട് ഇഷ്ടമാണെന്ന്. കവന പ്യാർ ഹെ, പറയൂ എന്നോട് ഇഷ്ടമാണെന്ന്. ഇതിപ്പോ ഞാൻ പലരും ഉദ്ദേശിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കാണുന്നവർക്കും മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിച്ചേക്കണെന്ന്. ഇനി കേൾക്കുന്നവർക്കായിക്കോട്ടെ അതിന്റെ സംഗീതത്തിന്റെ ആസ്വാദനം മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തേക്ക് ഞാൻ എന്താ പറയുക, ഒരു വ്ളോഗൊന്നും ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായില്ല. ഇന്നിപ്പോ വണ്ടിയില്ല, കാര്യങ്ങളില്ല, ഒന്നുമില്ല, എങ്ങും പോകാനില്ലാത്തതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ആസ്വാദികരമായി ജീവിക്കാനും എന്റെ ആസ്വാദനം എന്താണെന്ന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആ പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് ഇൻഷാള്ള അടുത്ത മാർച്ചിൽ പുറത്തിറങ്ങുന്നതാണ്. അതിന്റെ ഈ പ്രിന്റ് ചെയ്തിട്ടുള്ള കോപ്പിയാണ് വരിക. ആമസോണിൽ ഞാൻ ഈ പബ്ലിഷ് ചെയ്യും. കോസ്റ്റ് ഒക്കെ വളരെ കുറച്ച് തന്നെ ചെയ്യുന്ന, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ കുറച്ച് ഐഡിയാസ് ഞാൻ ഇതേപോലെ വ്ളോഗ്സിലും പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ല അപ്പോഴും നിങ്ങൾ കമന്റ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട്. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരോടൊക്കെ പറയുക കേട്ടാ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെയൊക്കെ ഷെയർ ചെയ്താൽ കിട്ടും. ഷെയറിങ് വരുമ്പോഴാണ് നമുക്ക് കെയറിങ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് ഷെയർ ചെയ്യുന്നവർക്ക് അറിയാം, ബോയ് ഫ്രണ്ട് ഉള്ളവർക്ക് അറിയാം ഷെയറിങ്ങും കെയറിങ്ങും എന്തൊക്കെയാണെന്നുള്ളത് കേട്ടാ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. അപ്പോൾ ഓക്കെ ദെൻ ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.